നിലമ്പൂർ വരെ ചാലിയാറിന്റെ ഇരുകരകളിലും തെരച്ചിൽ തുടരുകയാണ്. പോത്തുകല്ലിലെ 4 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. പോലീസും ഫയർഫോഴ്സും തണ്ടർബോൾട്ടും ഉൾപ്പെടെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നാണ്. ഇനിയും അവിടെ മൃതദേഹം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണോ തെരച്ചിൽ? അജിംസ്, തീർച്ചയായും ഇന്നും തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോത്തുകൽ ഭാഗത്തെ ചാലിയാർ പുഴയുടെ തീരത്താണ്. ഇവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സജീവമായ തിരച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പോത്തുകൽ ഭാഗത്തെ 15, 16, 5, 6 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ഉൾ മേഖലകളിലേക്കാണ് ഇത്തരത്തിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെ പല ഭാഗങ്ങളിലും പോലീസും തണ്ടർബോൾട്ടും ഫയർഫോഴ്സും ചേർന്നാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ഒരു മേഖലയിൽ സജീവമായ തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി ഈ ചാലിയാർ മേഖലയിൽ നിന്ന് മാത്രം 235 മൃതദേഹങ്ങളാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ശരീരഭാഗങ്ങളും ഉൾപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 233 മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 233 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അത് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ചിലത് ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും തിരിച്ചറിയാൻ പറ്റാത്ത ശരീരഭാഗങ്ങളുടെ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 7 ശരീരഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഒരു DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇവരുടെ ഒരു പരിശോധന ഇന്നത്തോടെ അവസാനിക്കുമെന്നുള്ളതാണ്. ഇവർ പരിശോധിച്ചതനുസരിച്ച് ഇനി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇന്ന് അവസാനഘട്ട തെരച്ചിലായിരിക്കാം അധികവും നടക്കുന്നത്. ഒരുപക്ഷെ ഈ ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ വെള്ളം കുറയുകയും മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്താൽ വീണ്ടും തെരച്ചിൽ നടക്കാനുള്ള ഒരു സാധ്യത കൂടെ തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ സജീവമായ രീതിയിൽ എല്ലാ സ്ഥലത്തും തെരച്ചിൽ നടന്നിട്ടും മറ്റ് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്നുകൊണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനം ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുണ്ടേരി ഭാഗത്തെ വനത്തിനുള്ളിലായിരുന്നു ഇങ്ങനെ തെരച്ചിൽ നടന്നിരുന്നത്. അവിടെ ഒരു മാസ് പരിശോധനയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വനത്തിനുള്ളിൽ നിന്നുൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ കിട്ടിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ പുഴകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബാക്കി തെരച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു പോത്തുകൽ ഭാഗത്തെ 4 മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്നത്. ഏതായാലും ഇന്നത്തോടുകൂടി ഇതിൽ തെരച്ചിലിനൊരു അവസാനം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി നന്ദു.